നമസ്കാരം. BSNL-ലുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. BSNL-ൽ ഞാൻ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഒരു ടോക്കൺ ഇട്ടു. ടോക്കൺ അവർ വിളിച്ചു. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നവർ പരിശോധിച്ചപ്പോൾ 12.5 MBPS ഡൗൺലോഡ് കിട്ടണം. അതാണ് കണക്ക്. 100 പ്ലാനാണെങ്കിൽ അത് കിട്ടണം. പക്ഷേ ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. ഒരു 5 മുതൽ 8 വരെ നമുക്ക് കിട്ടിയാൽ മതി. അത്രൻ്റെ ആവശ്യമുള്ളൂ എനിക്ക്. അതെങ്കിലും വേണം. അതാണ് ഞാൻ പറയുന്നത്. അതൊരു 60 ദിവസം മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതിനു മുമ്പ് BSNL ഫൈബറിനെ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവരിത് പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. എൻ്റെ പ്രശ്നം പരിഹരിക്കത്തില്ല. ഞാൻ വീണ്ടും അപ്പീലിട്ടിട്ടുണ്ട്. ആ അപ്പീൽ ഇവർ ക്ലോസ് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല. എൻ്റെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് എൻ്റെ സ്പീഡെന്ന് പറയുന്നത് 1.5 MBPS ആണ്. ഡൗൺലോഡ് സ്പീഡാണ് ഞാൻ പറയുന്നത്. 1.5 12 കിട്ടുന്നത്. അതേസമയം ഒരു ദിവസം തന്നെ രാവിലെ 13.5 ഡൗൺലോഡ് സ്പീഡ് കിട്ടി. ഒരല്പം കഴിഞ്ഞപ്പോൾ തന്നെ 142 kbps കിട്ടി. മനസ്സിലാക്കണം. അതേപോലെ സ്പീഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 കിട്ടി, 110 കിട്ടി. ഇങ്ങനെ പല അളവാണ്. ഈ സ്പീഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോറസ് വണ്ടി കയറ്റം കയറുന്ന പോലെയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ ഭുമ്മെന്ന് പറഞ്ഞ് കയറി അങ്ങോട്ട് പോകും, കയറ്റമൊക്കെ കയറി അങ്ങോട്ട് പോകും. പക്ഷേ BSNL-ൻ്റെ സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോറസ് വണ്ടി കയറ്റം വലിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ച് ഏന്തി മരിഞ്ഞ് മുകളിലെത്തും. മുകളിലെത്തി കഴിയുമ്പോൾ 110 കാണിക്കും. കേട്ടോ, 110 സ്പീഡ് ഉണ്ടെന്ന് പറയും. അത് പോരാ. പിന്നെ അതിന് പുറമെ വീഡിയോ ബഫർ ചെയ്യുക. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. 100 പ്ലാനുള്ള ഒരു വ്യക്തിൻ്റെ യൂട്യൂബിനൊരു വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിന് ഇന്ന് നമ്മുടെ BSNL ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലൊന്നും സ്പീഡ് കിട്ടൂല. 100 പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 80 ഡൗൺലോഡ് സ്പീഡൊന്നും കിട്ടില്ല. എന്നെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെയോ കുറേ പറഞ്ഞു. കാര്യം എന്നെ പടിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതോ വ്യാപാരം മോനെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. നല്ലോണം പള്ളാർച്ചിട്ട് കൊടുക്കും. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12.5 കൂടുതൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു 8 വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ 8 വേണമെന്ന് പറഞ്ഞപ്പോൾ അയാളത് 80 ആക്കിയിട്ട് എന്നോട് ഇങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കൊടുക്കണ്ടേ? കൊടുത്തു അങ്ങോട്ട്. അതേപോലെ ഇന്നൊരു BSNL ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു. അദ്ദേഹം സുഖമില്ലാതൊക്കെ കിടക്കുമായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോണ് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് സൂചിച്ചില്ല. പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലാപ്ടോപ്പിൽ അതിനകത്ത് എന്തൊക്കെയോ കുറേ ആപ്പുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയും. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം, കഴിഞ്ഞ 2 വർഷവും ഇതേ ലാപ്ടോപ്പാണല്ലോ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 60 ദിവസത്തിനുള്ളിൽ എന്താണ് വിഷയം? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത്, ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. മിക്കവാറും എല്ലാ കണക്ഷനിലും യൂസ് ചെയ്യുന്ന ആളുമാണ്. ഈ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ 100 MBPS ഉണ്ടാവില്ല. അവിടെ 40 മാത്രമേ ഉണ്ടാവുള്ളൂ. 40 ആയിരിക്കും അവിടെ പ്ലാൻ. ആ പ്ലാനിൽ പോലും നമ്മൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അത് BSNL ഉണ്ടാവും, റിലയൻസ് ഉണ്ടാവും, ഏഷ്യാനെറ്റ് ഉണ്ടാവും, പലതും ഉണ്ടാവും. പല കേബിളുകളും ഫൈബർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ജിയോ ഉണ്ടാവും, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ അതുപോലെ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാപ്പ് ഫ്രീ ആക്കി നെറ്റ് ഉപയോഗിക്കാനോട് കൊണ്ടുപോകും. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ BSNL-ലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അല്ല പിന്നെ എന്താ പറയുന്നത്? ഇത് നേരത്തെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനല്ലേ? അവരോട് പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? പിന്നെ പൊട്ടനാക്കുന്നത്, ഒരു തേങ്ങ അറിയാത്ത വട്ടിലാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത്. എനിക്കൊന്നും ഇഷ്ടമല്ല. ഇനി ഏത് പൊന്നമ്പരാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല തെറി പറയും. അത് ഞാനതിൽ ആരും പറഞ്ഞു, അത്രയ്ക്ക് നെല്ലിപ്പല കണ്ടിരിക്കുകയാണ് അവിടെ. അവർ പരിഹരിക്കണ്ടേ? പ്രശ്നം പരിഹരിക്കണ്ടേ? എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറ. ആ പ്രശ്നം നമ്മളെ LC-യോ ലോക്കൽ ഏജൻറ്റോ അങ്ങനെ എന്ത് പേരുണ്ട്, ഏതായാലും അത് തന്നെ, അവർക്കത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിയായിക്കോളും. ഇത് നേരം വെളുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ BSNL-കാർ, എനിക്കെൻ്റെ ഒരു പണി നടക്കുന്നില്ല, തൂറാൻ പറ്റുന്നില്ല, പെടുക്കാൻ പറ്റുന്നില്ല, എല്ലാം അത് തന്നെ. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഇത് എത്ര കാലമെന്നും പറഞ്ഞാണ്? ഒരു മര്യാദ വേണ്ടേ? BSNL എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നശിച്ചു പോണത് ഇങ്ങനെയാണ്. കുറേ എണ്ണമുണ്ട്, കുറേ ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും കുറച്ചെണ്ണം. അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വളരെ BSNL ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. BSNL-നോട് പ്രണയമാണ് സത്യം പറഞ്ഞാൽ.
അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേറെ കണക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. നമുക്ക് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. BSNLൻ്റെ 2 സിം ഇപ്പോഴും കസ്റ്റമർ കെയറായിട്ട് ഞങ്ങളുടെ കമ്പനി ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ BSNL സിം ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. റീചാർജ് ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കളയാൻ മനസ്സ് വരുന്നില്ല. പിന്നെ എപ്പോഴും എന്നെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം എൻ്റെ മെയിൻ സിം BSNL ആയിരുന്നു, ഞാനത് ഒഴിവാക്കി, അത് പോർട്ട് ചെയ്ത് മാറ്റി. അല്ല എന്ത് ചെയ്യും? എന്നിട്ട് ഈ BSNL ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ പെരയിൽ വന്നപ്പോൾ അവരുടെ റിക്വസ്റ്റ് വെച്ചിട്ട് 3 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നതാണ്. അത് പണിയായും തോന്നിയിട്ട് അടുത്ത 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു പോയി. അല്ല എന്ത് ചെയ്യും? ഇതാണ് ഇതിൻ്റെ അവസ്ഥ. BSNL ഫൈബർ നല്ല സർവീസായിരുന്നു. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞു നല്ലതാണ്, നിങ്ങൾ ആരുടെയൊക്കെ കമ്മീഷൻ വാങ്ങിയിട്ടാണ്. അതെ, ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഒരു മോളെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞേക്കണ്. മാത്രമല്ല ഒരു കോടികൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കുന്നു. ഇങ്ങനെ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ കുറച്ച് എടുത്തുകൊണ്ട് പോകാം. എന്താ ചങ്ങായിമാരെ നിങ്ങൾ പറയുന്നത്? എന്താ? ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ കമൻറ്റ് ബോക്സിൽ നോക്ക്, എത്ര ആൾക്കാരാണ് മോശം പറയുന്നത്. അതായത് നല്ല ഉദ്യോഗസ്ഥന്മാരുള്ളിടത്ത് BSNL നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. BSNL ഞാൻ കുറ്റം പറയണില്ല. BSNL ചില ഉദ്യോഗസ്ഥന്മാരെയാണ് കുറ്റം പറയണത്. ഒരു ഏരിയയിലെ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ആ സ്ഥാനം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സർവീസ് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഇന്നും BSNL ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. അത് എത്തിച്ചു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. BSNL ആരാ കുറ്റം പറയണത്? അത് എത്തിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലങ്ങളിൽ നല്ല അന്തസ്സായിട്ട് ഒരു സ്പീഡ് പ്രശ്നമില്ലാതെ സുഖമായി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലം കേരളത്തിലുണ്ട്. ആരാ ഇല്ലയെന്ന് പറഞ്ഞത്? നമ്മളെ അനുഭവം പറയുമ്പോഴത്തേക്ക് അത് ആരെന്നൊക്കെ കായ് വാങ്ങിയിട്ടാണ്. അതെ, അവരെ അംബാനിയുടെ മോളെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞേക്കണ്. അതുകൊണ്ട് ജിയോക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല പിന്നെ എന്താ ഇപ്പോൾ പറയുക? ഏതായാലും പ്രിയപ്പെട്ട BSNL സഹോദരന്മാരെ, ഉദ്യോഗസ്ഥരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ എത്ര തന്നെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാലും ഞാൻ ഈ BSNL കണക്ഷൻ ഒഴിവാക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ചിലപ്പോൾ വേറെ കണക്ഷൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ടാവും. മറ്റേതെങ്കിലും ഒരു ഫൈബറോ മറ്റേതെങ്കിലും ഞാൻ എടുക്കും. പക്ഷേ ഈ BSNL കണക്ഷൻ ഞാൻ ഒഴിവാക്കൂല എന്ന് മാത്രമല്ല, ഇത് എനിക്ക് സർവീസ് പൂർണ്ണമായി കിട്ടുന്നത് വരെ നിയമപരമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. ഇതിന് ആരൊക്കെയാണോ ഇത് ശരിയാക്കാൻ പറ്റാത്തതിന്, എനിക്ക് ഇപ്പോൾ പണം അടയ്ക്കുന്ന സർവീസ് തരാതിരിക്കാൻ ആരൊക്കെയാണ് ഉത്തരവാദികൾ, അവരുടെയൊക്കെ അഗ്രിമെൻറ്റ് കട്ട് ചെയ്യുക ഞാൻ. അടുത്ത വർഷം അവരുടെ എല്ലാ പേയ്മെൻറ്റ്, ഒരു വർഷത്തെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, സാലറിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കി തരും. അത് ഉറപ്പാണ്. ഇതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ എല്ലാവരോടും പറഞ്ഞത്. നിങ്ങളും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ടോക്കൺ ഇട്ട് ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം BSNLൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിഹരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞ് ഒരു ടോക്കണും കൂടെ ഇട്. അതിന് അപ്പീൽ എന്നാണ് പറയുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അത് പരിഹരിച്ച് തന്നേ പറ്റും. അത് പരിഹരിച്ച് തരും. ഇനി എന്നിട്ടും പരിഹരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടോക്കണും കൂടെ ഇട്. എന്നിട്ട് എന്നെ വിളിക്ക്, ബാക്കി പരിഹാരം നമുക്ക് ചെയ്യാം. എന്നെ ഏതാണ്ട് ഒരു 60ഓളം ആൾക്കാർ വിളിച്ചിട്ടുണ്ട് BSNLൻ്റെ ഈ ഫൈബറുമായിട്ട് ബന്ധപ്പെടുത്ത 10-60 പേര്. അതിൽ കൊല്ലത്തുനിന്നൊരു ബാബു അടക്കമുള്ള കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെയ്യും. എവിടെയൊക്കെ ആണോ കേരളത്തിൽ BSNL ഇതുപോലെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, അവർക്കൊക്കെ നല്ല മുട്ടം പണി ഞങ്ങൾ തരും. ഇനി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. BSNL നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. Different angles. Don't forget to subscribe and support this channel.